നമസ്കാരം. ഇരിങ്ങാലക്കുട വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാഹുൽ അശോകനാണ്. ഞാനുള്ളത് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിന്റെ മുകളിലാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കണ്ടറിയാം. നമ്മുടെ സാധാരണ റെസ്റ്റോറന്റ് ഒക്കെ ഈ ഒരു അറ്റത്തായിട്ടുള്ള ഭാഗത്ത് കാട്ടൂർ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു പഴയ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറുമ്പോൾ കോണിപ്പടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കോണിപ്പടിക്ക് ഇപ്പോൾ ഒരു ഗേറ്റും സാധനങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ട് വശത്തും ഈ ഒരു ബിൽഡിങ്ങിലേക്ക് കയറാനുള്ള രണ്ട് ഭാഗങ്ങളാണ്. രണ്ട് ഭാഗങ്ങളും ഇപ്പോ ഗേറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ്. മുമ്പ് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു ഇവിടെ നിന്ന് കുറച്ചാൾ മുമ്പ്. സാമൂഹ്യ വിരുദ്ധർ ഈ ഒരു പ്രദേശം കൈയടക്കിയിരിക്കുന്ന കാഴ്ച. സാമൂഹ്യ വിരുദ്ധർ മാത്രമല്ല, നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികളും തന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത് ഇവിടുത്തെ സമീപവാസികളായിട്ടുള്ള കടക്കാരൊക്കെ തന്നെ പറഞ്ഞിരുന്നത് വളരെ മോശം പ്രവൃത്തികളിലൊക്കെ തന്നെ ഏർപ്പെടുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് ഒരു വീഡിയോ വഴി അധികൃതരുടെ മുന്നിലേക്ക് എത്തിക്കുവാനായിട്ട് ഇരിങ്ങാലക്കുട വോയിസിന് സാധിച്ചു. അതിന്റെ ഒരു ഇമ്പാക്ട് എന്നോളമാണ് ഇപ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ രണ്ട് ഭാഗങ്ങളിലും ഗേറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഗേറ്റ് സ്ഥാപിച്ച് ഇവിടേക്കുള്ള പ്രവേശനം താൽക്കാലികമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ഏതായാലും അതൊരു നല്ല പ്രവൃത്തിയായിട്ട് തോന്നുന്നു. അത് നിങ്ങളേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇനി ഇരിങ്ങാലക്കുട നഗരസഭ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടത്തിന്റെ വടക്കുവശത്തെ കോണിപ്പടികൾ തുപ്പാനും വൃത്തികേടാക്കാനും കഴിയില്ല. കോണി ഗ്രില്ല് വെച്ചടച്ച് നഗരസഭ പൂട്ടിട്ടു. കോണിയുടെ പടികളിൽ ആളുകൾ സിഗരറ്റ് പാക്കറ്റുകളും തീപ്പെട്ടിയും വലിച്ചെറിയുകയും തുപ്പിയും മറ്റും വൃത്തികേടാക്കിയതുമൂലം ഇതുവഴി മുകളിലേക്ക് യാത്ര ചെയ്യുന്നവർ വളരെയേറെ ബുദ്ധിമുട്ടിലായിരുന്നു. മാത്രമല്ല, കോണിക്ക് മുകളിൽ പകലോ രാത്രിയോ വ്യത്യാസമില്ലാതെ മദ്യപാനികളടക്കമുള്ള ചിലർ കിടന്നുറങ്ങുകയും പതിവായിരുന്നു. ദിവസവും രാവിലെ മുനിസിപ്പൽ ജോലിക്കാർ വൃത്തിയാക്കിയിട്ട് പോയാലും കോണിപ്പടിയിലിരുന്ന് ആളുകൾ സിഗരറ്റ് വലിക്കുന്നതും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സേവിക്കുന്നതുമെല്ലാം പതിവ് കാഴ്ചകളായിരുന്നു. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലെ രണ്ട് മരക്കോണികളിൽ ഒന്നാണിത്. കെട്ടിടത്തിന്റെ തെക്ക് ഭാഗത്ത് റോഡിൽ നിന്നും നേരെ കയറി വരാവുന്ന കോണിയാണ് ആളുകൾ കൂടുതലായി ആശ്രയിക്കുന്നത്. മുകളിലത്തെ നിലയിൽ തെക്കേയറ്റത്ത് MLA ഓഫീസ് അടക്കമുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിനാൽ തെക്കുഭാഗത്തെ കോണിയിലൂടെയാണ് ഭൂരിഭാഗം ആളുകളുടെയും യാത്ര. അപൂർവം ആളുകളാണ് വടക്കേ കോണിയിലൂടെ മുകളിലേക്ക് കയറി വരുന്നത്. ഇവരാണ് കോണിയിലെ വൃത്തികേടുകളെക്കുറിച്ച് മുകളിലുള്ള ആളുകളോട് പരാതിപ്പെട്ടിരുന്നത്. മാധ്യമങ്ങൾ വിഷയം വാർത്തയാക്കിയിരുന്നു. വിഷയം വലിയ പരാതിക്കിടയാക്കിയതോടെയാണ് ഈ ഭാഗം ഇരുമ്പിന്റെ ഗ്രില്ല് വെച്ച് അടച്ച് പൂട്ടിടുകയും തെക്കേ കോണിക്ക് താഴെ പുതിയ ഇരുമ്പുവാതിൽ സ്ഥാപിക്കുകയും ചെയ്തത്.